ഇതിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന് ആദ്യം തുറന്നു പറയുന്നത് ദിലീപിൻ്റെ മുൻ ഭാര്യ മഞ്ജു വാര്യരാണ്. ഈ ഗൂഢാലോചനയുണ്ട് എന്ന് വരുമ്പോൾ ആരായിരിക്കും അതിൻ്റെ പിന്നിൽ എന്നുള്ള സ്പെക്കുലേഷൻസ് മാധ്യമങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്പെക്കുലേഷൻ ആണ് ദിലീപിലേക്ക് ഒരു മുന ചൂണ്ടുന്ന ഒന്നുണ്ടായത്. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞു അങ്ങനെ ഒരു ഗൂഢാലോചനയുടെ ആംഗിൾ ഇപ്പോൾ പോലീസിൻ്റെ ഇതിലില്ല എന്നാണ് പറഞ്ഞത്. മഞ്ജു വാര്യർ ഇത് പറഞ്ഞതിന് ശേഷവും മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ ഒരു ഗൂഢാലോചന ഇല്ല. കാരണം അങ്ങനെ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള എവിഡൻസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. ഒന്നാമത് ഗൂഢാലോചന എന്ന് പറയുന്നത് തെളിയിക്കപ്പെടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ക്രൈമാണ്. അപ്പോൾ അങ്ങനെ ഒരു മെറ്റീരിയൽ എവിഡൻസ് ഒന്നും വരാതിരിക്കെ മുഖ്യമന്ത്രി അതിനെ ഓൺ ചെയ്തില്ല. അങ്ങനെ ഗൂഢാലോചന ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഗൂഢാലോചനയുടെ ആംഗിൾ ദിലീപിലേക്ക് പോകുന്നത് ദിലീപ് കാരണം തന്നെയാണ്. അതിൻ്റെ കാരണം പൾസർ സുനിയുടേത് എന്ന പേരിൽ ഒരു കത്ത് പുറത്തു വരുന്നു. ജയിലിൽ നിന്നൊരു കത്ത് പുറത്തു വരുന്നു. ചേട്ടാ ഞാൻ എൻ്റെ പണി ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് തരാം, ബാക്കി പൈസ അതുപോലെ എനിക്കൊരു വക്കീലിനെ ഏർപ്പാടാക്കാതെ മോശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കത്ത് പുറത്തു വരുന്നു. ദിലീപ് ഈ കത്ത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് DGPക്ക് പരാതി കൊടുക്കുന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് വരുന്നത്, അന്വേഷണ സംഘം ദിലീപിലേക്ക് തിരിയുന്നത്. ഇങ്ങനൊരു ഗൂഢാലോചനയുടെ ആംഗിൾ ഇതിലുണ്ടോ എന്നുള്ളതിനെ പറ്റി ഒരു മെറ്റീരിയലായിട്ടൊരു ലീഡ് അന്വേഷണ സംഘത്തിൽ ലഭിക്കുകയാണ്. അങ്ങനെയുള്ള അന്വേഷണം തുടർന്നാണ് ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതല്ലാതെ ഭരണകൂടം ഇത് ദിലീപ് ചെയ്തതാണ് അല്ലെങ്കിൽ അന്വേഷണ സംഘം ഇത് ദിലീപ് ചെയ്തതാണെന്നുള്ള മുൻവിധിയോടുകൂടി കേസ് അന്വേഷിച്ചിട്ടേ ഇല്ല. ദിലീപ് തന്നെയാണ് ദിലീപിലേക്ക് ഈ അന്വേഷണം തിരിക്കാൻ ആവശ്യമായ ഒരു മെറ്റീരിയൽ എവിഡൻസ് ഫ്ലോട്ട് ചെയ്യുന്നത്. ആ കത്ത് പുറത്തു വന്ന ദിലീപ് വഴിയാണെന്നല്ല, കത്ത് പോലീസിന് കൈമാറുന്നത് ദിലീപാണ്. അപ്പോൾ ഈ കത്ത് എഴുതിയത് എന്നെ കൊടുക്കാൻ വേണ്ടിയാണ്, അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ദിലീപ് പോലീസിന് കത്ത് കൈമാറുന്നത്. അങ്ങനെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പിന്നീട് പോലീസ് ഈ ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള തെളിവുകൾ ശേഖരിക്കുക. അതാണ് ഗൂഢാലോചന തെളിയിക്കാനുള്ള ഒരു മാർഗ്ഗം. ഇവർ ഈ കൃത്യം നടക്കുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പൊക്കെ എവിടെയെങ്കിലും ഒരുമിച്ചുണ്ടായിരുന്നു, ഇവർ തമ്മിൽ ഒരുമിച്ച് സംസാരിക്കാനുള്ള സാഹചര്യങ്ങളോ ലൊക്കേഷനോ ഒക്കെ അവർ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജോർജ് ഏട്ടൻ സ്പൂരം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് പൾസർ സുനിയും ദിലീപും ഒരുമിച്ചുണ്ടായിരുന്നു, ഒരു സെൽഫി തെളിവായിട്ട് വരുന്നു. അങ്ങനെ ഒരുപാട് അത്തരത്തിൽ സാഹചര്യ തെളിവുകൾ പുറത്തു വരുന്നു. അങ്ങനെ അന്വേഷണ സംഘം ഡിഗ് ചെയ്തെടുക്കുന്നു. പക്ഷെ അപ്പോഴും ഈ ഗൂഢാലോചന തെളിയിക്കാൻ ആവശ്യമായ കോൺക്രീറ്റ് എവിഡൻസ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അത് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോഴും പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ ഇതിൽ ഒരു ആത്മവിശ്വാസക്കുറവ് ഉള്ളതായിട്ട് അപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് വ്യക്തമാണ്. മറ്റൊന്ന്, ഈ പ്രോസിക്യൂഷൻ നേരിട്ട മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് കോടതി തന്നെയാണ്. കോടതി പലപ്പോഴും ഹോസ്റ്റൈലായിട്ടാണ് പ്രോസിക്യൂഷനോട് പെരുമാറുന്നത് എന്ന ഒരു വാദം ഉയർന്നിരുന്നു. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണെന്ന് തെളിയിക്കുന്ന ഒരു ബൈറ്റ് പിന്നീട് നമ്മൾ വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ജഡ്ജി പുറത്തൊരു പരിപാടിയിൽ, പൊതുപരിപാടിയിൽ, കോവിഡിൻ്റെ സമയത്താണ് 2021 മറ്റൊരു പരിപാടിയിൽ, കോവിഡിന് ശേഷമുള്ളൊരു പരിപാടിയിൽ സംസാരിക്കുന്ന ഒരു ബൈറ്റ് പുറത്തു വന്നിരുന്നു. പ്രോസിക്യൂഷൻ്റെ പണി പോലീസ് കണ്ടെത്തുന്ന പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കലല്ല, പ്രോസിക്യൂഷന് ഉത്തരവാദിത്തം സമൂഹത്തോടാണ്. എനിക്കത് എത്ര കേട്ടിട്ട് എനിക്കത് മനസ്സിലാവുന്നില്ല. ഈ കോടതി എന്താണ് പറയുന്നുള്ളത്? പ്രോസിക്യൂഷൻ എന്താണ് സമൂഹത്തോട് ഉത്തരവാദിത്വം? പ്രോസിക്യൂഷൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അന്വേഷണ സംഘം കൊണ്ടുവരുന്ന കുറ്റപത്രം പരിശോധിച്ച് ആ കേസ് പ്രതികൾക്കെതിരായി വാദിക്കാൻ പറ്റുന്നതാണോ, അതിൽ പിഴവുകളുണ്ടോ എന്ന് പരിശോധിക്കുക, അന്വേഷണ സംഘമായിട്ട് ചർച്ച ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, തെളിവുകളൊക്കെ കൊറാബറേറ്റീവ് ആണോ എന്ന് പരിശോധിക്കുക, കേസ് വാദിക്കുക എന്നുള്ളതാണ്. അതും സമൂഹം തമ്മിൽ എന്താണ് ബന്ധം? അപ്പോൾ പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കലല്ല പ്രോസിക്യൂഷന് പണിയെങ്കിൽ പ്രോസിക്യൂഷൻ്റെ പണി എന്താണ്? അപ്പോൾ അത്തരം ഒരു കോടതിയിലാണ് 2 പ്രാവശ്യം 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചത്, കേസ് ഒഴിഞ്ഞ് മാറുന്നത്. അത് തന്നെ ഇത് ഒരു അസ്വാഭാവികതയാണ്. ആ കേസ് ഒഴിഞ്ഞു മാറാനുള്ള സമയത്ത് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ പറയുന്ന ഗൂഢാലോചന തെളിയിക്കാൻ ആവശ്യമായ കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷൻ്റെ കയ്യിലുണ്ടോ എന്ന സംശയം പൊതുസമൂഹത്തിന് ഉയർന്നൊരു സമയത്താണ് ഈ 2 പേരും രാജിവെക്കുന്നത്. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ പ്രോസിക്യൂഷൻ പ്രതിസന്ധിയിലായ സമയത്ത് നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബി സന്ധ്യ ഈ കേസിന് മേൽനോട്ടം വഹിച്ച ആളാണ്. ബി സന്ധ്യ ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. അവരെ ആ സ്ഥാനത്ത് മാറ്റുന്നു.